ഫിലിപ്പിന്റെ കൈസരിയിൽ ആയിരിക്കുന്ന സമയത്ത് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അവര് പറഞ്ഞു, ചിലത് യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നുണ്ട്, ചിലത് ഏലിയാവെന്ന് പറയുന്നുണ്ട്, ചിലത് യെരമ്യാവെന്നോ മറ്റേതെങ്കിലും ഒരു പ്രവാചകനെന്നോ പറയുന്നുണ്ട്. ആട്ടെ, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? പത്രോസ് വളരെ സന്തോഷത്തോടെ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. കർത്താവ് പത്രോസിനോട് പറഞ്ഞത്, യോനായുടെ മകനായ ശീമോനെ, ആ വാക്ക് ആരാമ്യ വാക്ക്, ബർജോന ശീമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, എന്റെ പിതാവത്രേ നിനക്ക് ഈ വെളിപ്പാട് തന്നു. അപ്പൊ യേശുക്രിസ്തു ദൈവപുത്രനാണ്, ദൈവമാണെന്ന് വെളിപ്പാട് ലഭിച്ച, വെളിപ്പാടിനാലേ ലഭിക്കത്തുള്ളൂ, അല്ലാതെ ലഭിക്കില്ല. മാനുഷികമായ യാതൊരു എഫേർട്ട് കൊണ്ടും ആ ഒരു റെവലേഷൻ നമുക്ക് കിട്ടത്തില്ല, അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അങ്ങനെ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത എല്ലാവരെയും ബൈബിൾ വിളിക്കുന്നത് ഭാഗ്യവാന്മാരാണ്. ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും പൂർണ്ണമായ ഒരു വെളിപ്പാട് ഇതിനെക്കുറിച്ച് ലഭിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഇന്ന് രാത്രി ആ വെളിപ്പാട് കൊടുക്കാം. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ വെളിപ്പാട് അതാണ്. അതിനേക്കാൾ അപ്പുറം നേടാനില്ല. ഈ ആയുസ്സിൽ കണ്ടെത്താവുന്നത് ഏറ്റവും വലുതാണ്. ഫൈൻഡിങ് ക്രൈസ്റ്റ് ഈസ് ഫൈൻഡിങ് ലൈഫ്. യേശു ക്രിസ്തുവിനെ തിരിച്ചറിയുക, അത് ഒരു മാനുഷിക എഫേർട്ട് കൊണ്ടും പറ്റത്തില്ല, പിതാവായ ദൈവം വെളിപ്പെടുത്തി തന്നാലേ പറ്റത്തുള്ളൂ. അങ്ങനെ വെളിപ്പെടുത്തി കിട്ടിയവർ ഭാഗ്യവാന്മാരാണ്. അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കണേ, അതൊരു ഭയങ്കര റെവലേഷനാണ്. ആ വെളിപ്പാട് കിട്ടിയവരെ സ്വർഗം വിളിക്കുന്നത് ബ്ലസ്സഡ് എന്നാണ്. അവര് പിന്നെ സാധാരണ മനുഷ്യരല്ല. സാധാരണ മനുഷ്യരല്ലെന്ന് പറഞ്ഞാൽ മനുഷ്യരൊക്കെ സാധാരണമാണ്, പക്ഷെ സാധാരണ ജീവിതമല്ല. ഈ വെളിപ്പാട് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെയും ഈ ലോകത്തിന്റെ സാധാരണ കാര്യങ്ങളുമായിട്ട് ജീവിക്കാൻ പറ്റും. മക്കളെ പഠിപ്പിക്കുക, അവരുടെ അഡ്മിഷൻ ശരിയാക്കുക, അവരുടെ വിവാഹ കാര്യങ്ങൾ, ഇങ്ങനെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇതിനകത്ത് മുഴുകി, അല്ലെങ്കിൽ ജോലി, സാധാരണ ജോലി, പിന്നെ ഓവർ ടൈം, പിന്നെ നൈറ്റ് ഷിഫ്റ്റ്, ഇങ്ങനെ ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഓർഡിനറി ലൈഫ് പോസിബിൾ ആണ്. ജീവിക്കും, ഈ പറഞ്ഞെല്ലാം നമ്മൾ ചെയ്യും സാധാരണ പോലെ. പക്ഷെ ഇതൊന്നും അല്ല. ഒരു വലിയ വെളിപ്പാട് നമുക്ക് ലഭിച്ചു, ഒരു വലിയ ദർശനം നമുക്കുണ്ടായി. ഈ ജീവിതത്തിൽ സാധാരണ മനുഷ്യരെ പോലെ നാം ജീവിച്ചു വരവേ ദൈവം നമുക്കൊരു വെളിപ്പാട് തന്നു. യേശുക്രിസ്തു ദൈവപുത്രനാണ്. അത് ലഭിച്ചവർ പിന്നെ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്, പരദേശികളെ പോലെ എല്ലാം ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ മക്കളെ സ്കൂളിൽ ചേർക്കുന്നുണ്ട്, അവരുടെ വിവാഹ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ വ്യത്യാസമുണ്ട്. അവരുടെ ലക്ഷ്യം ഇവിടെ ഉള്ള ഒന്നുമല്ല. അവർ ഉന്നതമായ ഒരു വെളിപ്പാടിനനുസരിച്ച് ആ രാജ്യത്തേക്ക് നടന്നു നീങ്ങുകയാണ്. ഉന്നത വിളിയാണ്, ഉന്നതമായിട്ടുണ്ട്. ആ വിളി ലഭിച്ച എല്ലാവരും ഭാഗ്യവാന്മാരാണ്. ആ വിളിയും വെളിപ്പാടും ലഭിച്ചവർ പിന്നത്തേതിൽ നിർബന്ധമായി ഈ കർത്താവിന്റെ സാക്ഷികളായി മാറിയിരിക്കും. നിർബന്ധം, ഉറപ്പാണ്. അപ്പൊ ഇന്ന് ഈ മീറ്റിംഗിൽ കർത്താവിന് നമ്മോട് രണ്ട് കാര്യങ്ങൾ അറിയിക്കാറുള്ളത്. ഒന്ന്, ഈ ഭൂമിയിൽ ലഭിക്കേണ്ട ഏറ്റവും വലിയ വെളിപ്പാട് നിന്റെ ഉടയവനെ, സൃഷ്ടാവിനെ കുറിച്ചുള്ള, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആ വെളിപ്പാട്. അത് ദൈവം തന്നാലേ ഉണ്ടാകും. അത് ഒരു പാട്ടുകൊണ്ടും ഒരു പ്രസംഗം കൊണ്ടും ലോകത്തുള്ള യാതൊന്നും കൊണ്ടും നടക്കത്തില്ല. അപ്പം ഒന്നും നടക്കത്തില്ലേ? നടക്കും. ഇത് കേൾക്കുമ്പോൾ ബലഹീനനായ ശുശ്രൂഷകന്റെ വാക്കോ മാധുര്യമായി പാടുന്ന പാട്ടിന്റെ ഈണമോ അല്ല. ഇത് കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിൽ ബോധ്യം തന്ന് വെളിപ്പെടുത്തി തന്നാൽ മാത്രമേ ഈ വചനം ഗ്രഹിക്കാൻ പറ്റൂ. അതാണ് അതിന്റെ ഒന്നാമത്തെ ഭാഗം. ഇനി ഇതിന്റെ രണ്ടാം ഭാഗം, ഈ വെളിപ്പാട് കിട്ടിയ ഒരുപാട് പേര് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര്. നിങ്ങളെ ബൈബിൾ വിളിക്കുന്നത് ബ്ലസ്സഡ് എന്നാണ്, ഭാഗ്യവാന്മാർ. അത്രയുള്ളൂ, തീർന്നോ? ഈ വെളിപ്പാടും കിട്ടി
പിന്നെ സാധാരണ പോലെ ജീവിച്ചാൽ മതിയോ? അല്ല, അതിന്റെ അടുത്ത ലെവൽ. അതൊരു ചോയ്സ് അല്ല, നിർബന്ധമാണ്. നിർബന്ധം. അങ്ങനെ ആയേ പറ്റൂ. കർത്താവിന്റെ സാക്ഷികളായി മാറണം. നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണം. അതിനെ ഈ മീറ്റിംഗ് വെച്ചേക്ക്. മറ്റുള്ളവരുമായിട്ട് ഇത് പങ്കുവെക്കണം. അതൊരു ചോയ്സ് അല്ല, നിർബന്ധമാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ നടക്കണം. നിർബന്ധം. സാധു സുന്ദർ സിംഗിനെ പറ്റി കേട്ടിട്ടില്ലേ? പഞ്ചാബിലെ ഒരു ധനിക കുടുംബത്തിൽ ജീവിച്ച് ഇംഗ്ലണ്ടിൽ പോയി പഠിച്ച് മിടുക്കനായി തിരികെ വന്ന് വലിയ ഉദ്യോഗസ്ഥനാകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കവേ എല്ലാം ഉണ്ടായിട്ട് വല്ലാത്തൊരു നിരാശ പിടിപെട്ട് തളർന്ന് എന്തൊക്കെയോ അന്വേഷിച്ചിങ്ങനെ നടക്കവേ പെട്ടെന്ന് തന്റെ മാതാവ് ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. സുബോധം നഷ്ടപ്പെട്ടവനെ പോലായിട്ട് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, മരിക്കാം. ചെറുപ്രായത്തിൽ ജീവിച്ചിട്ട് കാര്യമില്ല. എന്തിന്റെ കുഴപ്പമാണ്? ഭയങ്കര ധനികന്. അന്നത്തെ കാലത്ത് ഇംഗ്ലണ്ടിൽ വിട്ട് പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ നിസ്സാര കാര്യമാണ്. നിരാശരായി തന്റെ തീരുമാനം ഉറപ്പിച്ച് വീടിന്റെ പുറകിൽ കൂടെ പോകുന്ന എക്സ്പ്രസ് ട്രെയിനിന്റെ മുമ്പിൽ ചാടിച്ചാകാൻ വേണ്ടി തീരുമാനമെടുത്ത് പുലർച്ചെ എഴുന്നേറ്റ് വെളുപ്പിന് ഒരു ട്രെയിൻ പോകുന്നുണ്ട്, അതിന് മുമ്പിൽ ചാടി മരിക്കണമെന്നാണ് തീരുമാനിച്ചത്. രാവിലെ കുളിച്ച് മിടുക്കനായി എന്നാ മരിക്കാൻ വേണ്ടിയിട്ട് തന്റെ മുറിയിൽ അറിയാവുന്ന മന്ത്രങ്ങളും പൂജകളും ഒക്കെ ചെയ്തിട്ട് അകത്തു നിന്നൊരു നിലവിളി പോലൊരു ശബ്ദം ഉയർന്നു. വാസ്തവത്തിൽ ഒരു ദൈവമുണ്ടോ? എവിടെങ്കിലും ഉണ്ടോ? എന്റെ ഈ നിലവിളി കേൾക്കുന്ന ആരെങ്കിലും ലോകത്തുണ്ടോ എന്ന് ഒരു നെടുവീർപ്പ് പോലെ ഉള്ളിൽ നിന്ന് ശബ്ദം പുറത്തു വന്നില്ല. അന്തരംഗത്തിൽ നിന്ന് ഒരു നിലവിളി കേട്ട ജീവിക്കുന്ന കർത്താവ് ആ പ്രഭാതത്തിൽ ആ മുറിയിൽ സാധു സുന്ദർ സിംഗിന് വെളിപ്പെട്ടു. അതെന്നതല്ലേ? അതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല. ഇതിന് സമാനമായിട്ടൊക്കെ തന്നെ നമുക്കും വെളിപ്പെട്ടത്. ഒരുപക്ഷെ മുറിയിൽ ഒരു പ്രകാശമൊന്നും ജ്വലിച്ച് കാണത്തില്ല, പക്ഷെ അകത്തൊരു പ്രകാശം ജ്വലിച്ചു. അങ്ങനത്തെ ഒരു വെളിപ്പാടുണ്ട്. അതാ കർത്താവ് പറഞ്ഞത്, ജലരക്തങ്ങളല്ല. സാധു സുന്ദർ സിംഗിനെ നോക്ക്, ആ മുറിയിലൊന്നും ആരും വന്നില്ല. സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ വെളിപ്പാടും കൊണ്ട് താൻ പഠിച്ച ജോലി ചെയ്ത് നല്ലൊരു പൗരനായിട്ട് അങ്ങ് ജീവിക്കുമല്ല. സാധു സുന്ദർ സിംഗ് ആ വീട് വിട്ടിറങ്ങി ഒരു കാവി വസ്ത്രവും ഒരു പുതിയ നിയമവും എടുത്തുകൊണ്ട് വീട് വിട്ടിറങ്ങി ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ അടുത്ത് കുന്നംകുളത്തൊക്കെ വന്നു, നേപ്പാളിൽ പോയി, ടിബറ്റിൽ പോയി. കർത്താവിന്റെ നല്ല സാക്ഷിയായി. നിർബന്ധമാണ്, നിർബന്ധം. എല്ലാവരും ഈ വെളിപ്പാട് ലഭിച്ചവർ പിന്നെ ജീവിക്കുന്നത് ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിലും കർത്താവിന്റെ സാക്ഷികളായി ഇങ്ങനെ മുന്നോട്ട് പോകണം. നിർബന്ധമാണ്. ഉന്നതമായൊരു വിളിയാണ്. അങ്ങനെ വിളി ലഭിച്ചവർ, വെളിപ്പാട് ലഭിച്ചവർ വളരെ കുറവാണ്. അവർ ഈ ലോകത്തുള്ളതല്ല, കണ്ടിട്ടില്ലാത്തൊരു രാജ്യത്തെ പറ്റി വെളിപ്പാട് ലഭിച്ചിട്ട് അങ്ങോട്ട് നടന്നു നീങ്ങുന്നവരാണ്. എത്ര ഉന്നതമല്ലേ, എത്ര ശ്രേഷ്ഠമല്ലേ. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ പത്രോസിനെ ശ്രദ്ധിച്ചേ. ബറിയോനെ ശീമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കത് വെളിപ്പെടുത്തി തന്നത്. ഒരു വെളിപ്പാടിന്റെ ഒരു പകുതിയെ അവനായിരുന്നു. ഇവിടെ ഈ പ്രശ്നം കിടക്കുന്നത്. എനിക്കറിയാവുന്ന പലരും ഈ തലത്തിൽ അങ്ങ് നിൽക്കുക, ഇതെന്തോ വലിയ കാര്യമായെന്ന് പറഞ്ഞ് നിൽക്കുക. ഈ പത്രോസിനൊരു പൂർണ്ണമായ വെളിപ്പാട് കിട്ടിയിട്ടില്ല. ഒരു ഭാഗമേ ആയിട്ടുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിച്ച് കേട്ടെ, ഒരു വാക്ക് പോലും വിട്ടുകളയാതെ കേട്ടെ. യേശു അവനോട് പറയുന്ന അടുത്ത ഭാഗം അവന് മനസ്സിലാവുന്നില്ല. നമുക്ക് യെരൂശലേമിലേക്ക് പോകണം, അവിടെ വെച്ച് ഞാൻ പിടിക്കപ്പെടും, ഞാൻ മരിക്കും, അടക്കപ്പെടും, ഉയർത്തെഴുന്നേൽക്കും. അവന്റെ പ്രതികരണം കേൾക്കണോ? അതൊന്നും വേണ്ട കർത്താവേ. യേശുവിനെ അങ്ങോട്ട് കൈക്ക് പിടിച്ച് മാറ്റി കൊണ്ട് നിർത്തിയിട്ട് അവൻ ശാസിച്ചു. ആര്? പത്രോസ് യേശുവിനെ ശാസിച്ചു. സ്നേഹം കൊണ്ടായിരിക്കും.
കരുതൽ കൊണ്ടായിരിക്കും. പക്ഷെ അതിന് കർത്താവ് പറഞ്ഞ മറുപടി കേൾക്കണം. എടാ, നീ മാനുഷിക കാര്യങ്ങൾക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുക. നിന്റെ ലക്ഷ്യം മുഴുവൻ മാനുഷികമാണ്. നീ ദൈവത്തിന്റെ കാര്യത്തിനല്ല താല്പര്യം കാണിക്കുന്നത്. നീ മാനുഷികമായ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ വെളിപ്പാട് കിട്ടിയെന്നുള്ളത് ശരിയാണ്. പക്ഷെ തുടർന്ന് കാര്യങ്ങളെല്ലാം ഹ്യൂമൻ ഇൻട്രസ്റ്റിലാണ് പോകുന്നത്. നമുക്ക് മിനിസ്ട്രി ചെയ്യണം, നമുക്ക് സന്തോഷമായിട്ട് ഇങ്ങനെ പോകണം, യെരൂശലേമിലൊന്നും പോകണ്ട, മരിക്കുകയൊന്നും വേണ്ട, അടക്കപ്പെടുകയൊന്നും വേണ്ട, എൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇവിടെ ഈ പ്രശ്നങ്ങളുണ്ട്. വെളിപ്പാട് കിട്ടിയവരൊക്കെ എവിടെ? അവരിങ്ങനെ സുഖകരമായിട്ട് ഇങ്ങനെ ജീവിച്ച് ഇവിടിപ്പോ ആരും യെരൂശലേമിൽ പോകുന്നില്ല, ആരും മരിക്കുന്നുമില്ല, അടക്കപ്പെടുന്നുമില്ല. വെളിപ്പാട് കിട്ടിയത് ഭാഗ്യവാന്മാരാണല്ലോ. ഗ്ലോറി ഗ്ലോറി എന്ന് പറഞ്ഞ് സുഖമായിട്ടിരുന്നാൽ മതി. അതിനല്ല ഈ വെളിപ്പാട് തന്നത്. ഈ വെളിപ്പാട് തന്നത് കർത്താവിന്റെ സാക്ഷിയാണ്. എല്ലാവരും ആകണം, നിർബന്ധം. എല്ലാവരും ആയിട്ട് അത് ആകുകയല്ല, അതിന്റെ നാച്ചുറൽ ഔട്ട്കമാണ്. ഈ സത്യം അറിഞ്ഞവന് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലത്തെ ഒരു കാര്യം അവന് വെളിപ്പെട്ട് കിട്ടിയത്. അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ കോൺഫറൻസിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ഒരു പകുതിയേ ആയുള്ളൂ. ഈ വെളിപ്പാട് മാത്രമേ ലഭിച്ചുള്ളൂ. അല്ല, അതുപോലും ശരിക്കും പിടികിട്ടിയിട്ടില്ലേ. അതിന്റെ അടുത്ത തലത്തിലേക്ക് നാം മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കണം. നിർബന്ധമാണ്. കേട്ട് പോയാൽ പോരാ, അതിനുവേണ്ടി സമർപ്പിക്കണം. നിങ്ങൾ സമർപ്പിക്കണം, നിങ്ങളുടെ മക്കൾ സമർപ്പിക്കണം, എല്ലാവരും സമർപ്പിക്കണം. എന്തൊരു കാലമായിട്ട്! ഇത് അന്ത്യകാലമാണെന്ന് ഇനി ഞാൻ വിശദീകരിക്കേണ്ട കാര്യമുണ്ട്. വർഷം 1 ആകുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കഴിഞ്ഞ ഡിസംബറിൽ ഏകദേശം ഈ സമയത്ത് എറണാകുളത്ത് ഒരു മീറ്റിങ്ങിൽ ഞാൻ ചെന്നിരിക്കുമ്പോൾ ഇവിടെ ചൈനയിൽ നിന്നൊരു ബിസിനസ്സുകാരൻ വന്നു. ചൈനയിൽ ഈ രോഗമൊക്കെ സ്പ്രെഡ് ചെയ്ത് വാർത്ത വരുന്ന സമയമാണ് ഈ ഡിസംബർ 20-നോടൊക്കെ അടുത്ത സമയം. അപ്പൊ ഇദ്ദേഹം ചൈനയിൽ നിന്ന് വന്നെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ചിരിച്ചു. എങ്ങനെയുണ്ട്, കുഴപ്പമുണ്ടോ, പ്രശ്നമാണോ, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞാൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നവർ. പുള്ളി ചൈനയിൽ പോയോണ്ട് കുടുങ്ങിപ്പോയെന്ന് പറഞ്ഞിരിക്കുക ഞങ്ങൾ. എത്ര പെട്ടെന്ന കാര്യങ്ങൾ മാറി മറിഞ്ഞത്. ലോകം നിശ്ചലമായില്ലേ, ആകെ ഒരു പ്രതികൂലമായില്ലേ. വാക്സിൻ ഇപ്പൊ വരും എന്ന് പറയാൻ തുടങ്ങിയിട്ട് നാളെ പറയായില്ലേ. WHO ഏറ്റവും ഉന്നതൻ, എന്റെ പ്രസിഡന്റ് പറഞ്ഞത് കേട്ടായിരുന്നോ? വാക്സിൻ വന്നാലൊന്നും തീരത്തില്ലെന്ന്. വാക്സിനൊക്കെ ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട്, വാക്സിനിൽ നിൽക്കില്ലെന്ന്. വാക്സിൻ വരട്ടെ, ദേശത്ത് നന്മയുണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ. ഇതുകൊണ്ട് തീരുവോ? ഇതിലും വലുതിനി വരാൻ കിടക്കുകയല്ലേ. അതുകൊണ്ട് ഈ വെളിപ്പാട് ലഭിച്ചവർ ഇവിടെ അങ്ങ് ഒതുങ്ങാമെന്ന് വിചാരിക്കണ്ട. അതിനല്ലല്ലോ ഈ വെളിപ്പാട് തന്നത്. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഇവിടെ അങ്ങ് ഒതുങ്ങി. അതല്ലേ പത്രോസ് പറഞ്ഞു, ഇപ്പൊ യെരൂശലേമിലോട്ടൊന്നും പോണ്ട, ആരും ഇപ്പൊ മരിക്കുന്നുമില്ല, ഇവിടെ ഉള്ള ശുശ്രൂഷയെ കൊണ്ട് നിന്നാ മതി. നീ ദൈവത്തിൻ്റെതല്ല, നീ മനുഷ്യരുടേതാ ചിന്തിക്കുന്നത്. നിന്റെ വ്യൂ മുഴുവൻ മാനുഷികമാണ്. ഈ വെളിപ്പാട് ലഭിച്ചിട്ട് നീ ഇവിടുത്തെ കാര്യങ്ങളുമായിട്ട് ഒതുങ്ങാൻ നോക്കുക. അതിനല്ല നിനക്ക് ഈ വെളിപ്പാട് തന്നത്. ഈ വെളിപ്പാട് ലഭിച്ച നീ കർത്താവിന്റെ സാക്ഷിയായി മാറണം. നിനക്ക് തന്നിരിക്കുന്ന ജീവിതം ഭംഗിയായിട്ട് അവന്റെ വേല ചെയ്ത് തീർത്ത് നീ അടുത്ത ലോകത്തിലേക്ക് കടന്നു പോകുവാൻ നീ ഒരുങ്ങണം. നിർബന്ധമാണ്. അല്പകാലം മാത്രമേ ഉള്ളൂ, നാം എത്ര വേഗം കൃത്യമായി വേല തീർത്തിടാം. അല്പകാലം മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ച് ഈ പാട്ടിന്റെ വരികൾ കേട്ട് ഈ നമ്മുടെ ലോകത്തിന്റെ ഈ ചിത്രം ഈ പാട്ടിനകത്ത് നന്നായിട്ടുണ്ട്. എന്നിട്ട് അറിയാവുന്നവർ അൺമ്യൂട്ട് ചെയ്യാതെ എന്റെ കൂടെ പാടണം. പാട്ടറിയാത്തവർ അതിന്റെ വരികൾ ശ്രദ്ധിക്കണം. അല്പകാലം മാത്രമേയുള്ളൂ, നാം എത്ര വേഗം കൃത്യമായി വേല തീർത്തിടാം. എത്ര നാൾ ലഭിച്ചിടുമോ അത്ര നാളും രക്ഷകന്റെ, എത്ര നാൾ ലഭിച്ചിടുമോ അത്ര നാളും രക്ഷകന്റെ പുത്രത്വത്തിൻ ആത്മാവാലെ ശക്തിയായി തൻ വേല തീർക്കാം. പുത്രത്വത്തിൻ
ശക്തിയായി തന്മേല തീർക്കാം വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവീ. അന്ത്യകാലം വന്നെടുത്ത് പെന്തക്കോസ്തിൻ വേലയാണ്, അന്ത്യകാലം വന്നെടുത്ത് പെന്തക്കോസ്തിൻ വേലയാണ്. അടുത്ത വരി കേട്ടെ, അടുത്ത വരി കേട്ടെ. ചന്തമോടെ സേവ ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാമേ. എങ്ങനെ എങ്ങനെ ചന്തമോടെ വേല ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാമേ. വേല ഭംഗിയായിട്ട് ചെയ്ത് തീർക്കണം. ഈ വെളിപ്പാട് ലഭിച്ച് പിള്ളേരെ വളർത്തി ചെടിയും നനച്ച് ഷട്ടിലും കളിച്ച് പന്തും കളിച്ച് മോർണിംഗ് വാക്കും ഈവനിങ് വാക്കും നടത്തി ഡയറ്റ് ഫുഡും കഴിച്ചിരുന്നാൽ പോരാ. അതിനല്ല ഈ വെളിപ്പാട് തന്നിട്ട്. ഇതൊരു ചോയ്സ് അല്ല, ഇതൊരു നാച്ചുറൽ ഔട്ട്കം ആണ്. എങ്കിൽ മാത്രമേ ഈ വെളിപ്പാട് ലഭിച്ചെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ ഈ വെളിപ്പാട് ലഭിച്ചിട്ടില്ലെന്ന് അതിന്റെ അർത്ഥം, രക്ഷിക്കപ്പെട്ടിട്ടില്ലെന്ന് അതിന്റെ അർത്ഥം. തുടർന്ന് ഞാൻ പറയുന്ന ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ വെളിപ്പാടിനോട് ചേർന്നാണ് ഈ ദൗത്യം കിടക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ വേർപിരിക്കാൻ പറ്റത്തില്ല. ഈ വെളിപ്പാടും ദൗത്യവും ഒന്നിച്ചാണ് നിൽക്കുന്നത്. വെളിപ്പാട് കിട്ടിയവൻ ദൗത്യത്തിന്റെ ഭാഗമാണ്. നോ ഡൗട്ട് ഫോർ ദാറ്റ്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ പിറന്നു. ദൈവത്തിന്റെ ഏറ്റവും വലിയ പദ്ധതി. അന്ന് രാത്രി ആട്ടിടയന്മാർ ആട്ടിൻകൂട്ടത്തെ കാവൽ ചെയ്ത് വെളിപ്രദേശത്ത് കിടക്കുക. കർത്താവിന്റെ ദാസന്മാരെ, ഇടയന്മാരെ, ആട്ടിടയന്മാരെ, ആട്ടിൻകൂട്ടത്തെ കാവൽ ചെയ്ത് പല രാത്രിയിലും വെളിപ്രദേശത്താണ് കിടക്കുന്നത്. പല രാത്രിയിലും ശ്രദ്ധിച്ചു കണ്ടു. തണുപ്പുള്ള പ്രതികൂലമായ പല സാഹചര്യങ്ങളിലും വീട്ടിൽ വിശ്രമിക്കാൻ പറ്റാതെ പലരും വടക്കേ ഇന്ത്യയിലും പലരും അമേരിക്കയിലും ആഫ്രിക്കയിലും ചൈനയിലും ഒക്കെ വെളിപ്രദേശത്ത് കിടന്നു. കാരണം എന്നാ? ആട്ടിൻകൂട്ടത്തിന് കാവൽ ചെയ്യുക. ഭാര്യയും മക്കളും കുടുംബമൊന്നും ഇല്ലേ? ഉണ്ട്, പക്ഷേ ശുശ്രൂഷയില്ല. അതൊരു അനുഗ്രഹമാണ്. പല രാത്രിയിലും സ്വർഗം തുറക്കുന്നുണ്ട്. ദൈവം തന്റെ സന്ദേശവുമായിട്ട് ദൂതന്മാരെ അയക്കുന്നുണ്ട്. സ്വർഗീയ ഗാനങ്ങൾ കേൾക്കുന്നുണ്ട്. സ്വർഗീയ വെളിപ്പാടുണ്ടാകുന്നത് ഭാഗ്യമാണ്. അന്ന് രാത്രി ആട്ടിടയന്മാർ വെളിപ്രദേശത്ത് കിടക്കുമ്പോൾ അവർക്കൊരു വെളിപ്പാടുണ്ടായി. അതാ കർത്താവ് പറഞ്ഞത്, ജഡരക്തങ്ങളല്ല, ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അതെന്തായാലും നന്നായി. ഇടയശ്രേഷ്ഠൻ പിറന്നത് ആട്ടിടയന്മാരെ ആദ്യം അറിയിക്കാൻ സ്വർഗത്തിന് പ്രസാദമായത് നന്നായി. ഒരു ദൂതൻ ഇറങ്ങി വന്നു, അവരോട് സദ്വർത്തമാനം അറിയിച്ചു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. നിങ്ങൾ ആ രംഗം കാണണം കേട്ടോ. എനിക്ക് ഈ സ്ക്രീനിൽ വളരെ അനുഗ്രഹീതനായ ഒരു ദൈവദാസനെ കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ പുറകിലെല്ലാം ലൈറ്റാ, ഒരു തേജസ് പോലെ എനിക്ക് തോന്നുന്നു. അന്ന് രാത്രിയിൽ അതുപോലെ ഒരു ദൂതൻ ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. എവിടെല്ലാം ഈ സദ്വർത്തമാനം അറിയിച്ചിട്ടുണ്ടോ അവിടെല്ലാം ഈ തേജസ്, ഈ വെളിച്ചം ചുറ്റി മിന്നിട്ടുണ്ട്. ഉറപ്പാണ്. എത്രയോ ആളുകൾ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയിരിക്കുമ്പോൾ അവരുടെ അടുക്കൽ ഈ സ്വിച്ച് എത്തിയിട്ടുണ്ട്. എനിക്കറിയില്ല, നേരിട്ട അനുഭവമുണ്ട്. അവരുടെ എല്ലാം ഇരുൾ മാറി ഈ വെളിച്ചം അവരെ ചുറ്റി മിന്നിട്ടുണ്ട്. ഈ ദൂതന്റെ ഒരു സദ്വർത്തമാനം അറിയിച്ചു. സകല ജനത്തിനും ഉണ്ടാകാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ഒരു ഗുഡ് ന്യൂസ്, ഇതൊരു വെളിപ്പാടാണ്. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്കായി ദാവീദിൻ പട്ടണത്തിൽ ജനിച്ചിരിക്കും. ശ്രദ്ധിച്ചു കേട്ടാട്ടെ, ഒരു വാക്ക് പോലും വിട്ടുപോകരുതല്ലോ. ഇപ്പൊ ആരെയും വെളിപ്പാട് കൊടുത്തത് ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവ്. അത് കഴിഞ്ഞ് അവരെല്ലാം ഒരു പാട്ട് പാടി. കാര്യം ഈ ദൂതന്മാരെല്ലാം കൂടെ, പാവപ്പെട്ട ആട്ടിടയന്മാര്, അവരെല്ലാം കൂടെ കണ്ടുകൊണ്ടിരിക്കുക. ലോകപ്രസിദ്ധമായ പാട്ട് അവർ പാടിയത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദം ഉള്ളവർക്ക് സമാധാനം. ഇറ്റ്സ് ബെസ്റ്റ് നോൺ ആസ് ദ ഗ്ലോറിയ. സോ ബ്യൂട്ടിഫുൾ, സോ ബ്യൂട്ടിഫുൾ. ദൂതന്മാരും പോയി. ഇവർ ചെയ്ത് കേൾക്കണോ? അവര് ബന്ധപ്പെട്ട് എഴുന്നേറ്റ് അന്നേരം തന്നെ ബെത്ലഹേമിൽ പോയി ആ ശിശുവിനെ കാണാൻ വേണ്ടിയിട്ട്.
നിങ്ങൾക്ക് അടയാളം ശീലകൾ ചുറ്റി ഒരു ശിശുവിനെ പശുത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്നത് കാണുമെന്ന് സ്വർഗം പറഞ്ഞ അവര് കണ്ടിരിക്കും. അവര് കണ്ടു, അവര് പോയി കണ്ടു. കണ്ടിട്ടുള്ള കാര്യമാണ് കേൾക്കേണ്ടത്. കണ്ടിട്ട് അവരാ ദൂതൻ അറിയിച്ച സന്ദേശം, വർത്തമാനം സകലരോടും അറിയിച്ചു. സകലരോടും. അടുത്താട്ടെ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 16-17 വാക്യം. 16-17 ഞാൻ വായിക്കാം. അവർ അവർ ബന്ധപ്പെട്ട് ചെന്ന് മറിയയും യോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. വായിക്കണോ? കേട്ടവർ എല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു. ഇവര് പോയി കണ്ടു. കണ്ട ശേഷം എന്താ ചെയ്തേ? അവർ ആ ദൂതന്മാർ പറഞ്ഞ വാക്ക് അറിയിച്ചു. എല്ലാരെയും അറിയിച്ചു. 17-ാം വാക്യം. കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. ഇംഗ്ലീഷ് ബൈബിളില് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആണ്. അവര് ആ വാക്ക് എല്ലായിടത്തും അറിയിച്ചെന്ന് എഴുതിയിരിക്കും. പരക്കെ അറിയിച്ചു. They widely spread that word. They made it known abroad. എല്ലായിടത്തും അറിയിച്ചു, പരക്കെ അറിയിച്ചു. കേട്ടവർ എല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു. അപ്പൊ ഇതൊരു നാച്ചുറൽ ഔട്ട്കമാണ്, ഒരു വെളിപ്പാട്. അതിനോട് ചേർന്നൊരു ദൗത്യം, ഈ സന്ദേശം അറിയിക്കുക എല്ലാവരോടും. പിറ്റേന്ന് മുതൽ ആടിനെ തീറ്റുന്നതല്ല പണി, ഈ സന്ദേശം അറിയിക്കലാ പണി. ആടിനെ തീറ്റുന്നുണ്ടാവും, പക്ഷെ പോകുന്ന വഴിക്കെല്ലാം പറയുന്നുണ്ട്, നല്ല രാത്രി ഞങ്ങൾക്കൊരു ദർശനമുണ്ടായി, ഒരു വെളിപ്പാടുണ്ടായി, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. മിണ്ടാതിരിക്കാൻ പറ്റൂ? ഇത് കണ്ടവന് മിണ്ടാതിരിക്കാൻ പറ്റൂ? അവന്റെ ആ ആനന്ദം, അവൻ കണ്ടത് നിസ്സാര കാര്യമല്ലോ ആണോ? അന്നൊരു നക്ഷത്രം ആകാശത്തിൽ വെളിവായി. കിഴക്ക് നിന്ന് വിദ്വാൻമാർ അത് കണ്ടു. അവർക്കൊരു വെളിപ്പാടുണ്ടായി. മശീഹ ഭൂമിയിൽ പിറന്നു, ഞങ്ങൾക്ക് പോകണം, കണ്ടവനെ ആരാധിക്കണം. നക്ഷത്രം കണ്ടാണ് ഇത്രയും കാര്യം പിടിയിട്ടു. മശീഹ പിറന്നു. അതെ, അവർക്കൊരു പക്ഷെ പഴയ നിയമത്തിലെ പല വാക്യങ്ങളും അറിയായിരിക്കും. പ്രത്യേകിച്ച് സംഖ്യാപുസ്തകത്തിൽ ബലയാമൊക്കെ പറഞ്ഞത് അറിയായിരിക്കും. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കുമെന്നൊക്കെ ഉള്ളത്. അത്രയും കൊണ്ട് ഇറങ്ങി പുറപ്പെടാൻ പറ്റൂ? അത് മെസ്സിഹായുടെ പിറവിയാണെന്നുള്ളത് ബോധ്യമാകൂ. അവർക്കൊരു വെളിപ്പാടുണ്ടായി. വെളിപ്പാട്. ഈ വിദ്വാൻമാർ കിഴക്ക് നിന്ന് അവരിറങ്ങി പുറപ്പെട്ടു. ഞങ്ങളുടെ അടുത്ത് നിന്നാ പോയെന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളുടെ അടുത്തൊരു സ്ഥലമുണ്ട്, പിറവം. പിറവി തിരുനാളിന് പോയവര് അവിടുന്നാ പോയെന്നാ പറയുന്നത്. 3 രാജാക്കന്മാർ. നമുക്കറിയത്തില്ല, അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ നല്ല ദൂരെ നിന്നാ പോകുന്നത്. മിക്കവാറും പേർഷ്യയെന്നോ ഇന്ത്യയെന്നോ ചിലപ്പോൾ ചൈനയെന്ന് വരെ ആകാമെന്ന് പറയും. നമുക്കൊന്നും അറിയത്തില്ല. എന്തായാലും ആയിരക്കണക്കിന് മൈലുകൾ സഞ്ചരിച്ച അവർ വന്നത്. ആയിരക്കണക്കിന് മൈലുകൾ. എന്താ? ഒരു വെളിപ്പാടുണ്ടായി. ഒരു നക്ഷത്രം കണ്ടു. അതൊരടയാളമാണെന്ന് മനസ്സിലായി. രക്ഷകൻ പിറന്നു, ഞങ്ങൾക്ക് പോയി കാണണം. എന്തിനാ? അവനെ നമസ്കരിക്കുക. ഒരു വെളിപ്പാട്, അതിനോട് ചേർന്നൊരു ദൗത്യം. അവരിറങ്ങി പുറപ്പെട്ടു. നിർബന്ധമാണ്. യെരുശലേമിൽ വന്നു കൊട്ടാരത്തിൽ ചെന്ന് ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ ചോദിച്ചു. ശ്രദ്ധിച്ചു ചേർന്നു. പാവ ആട്ടിടയന്മാർക്ക് കൊട്ടാരത്തിൽ ചെന്ന് അറിയിക്കാൻ പറ്റൂ? ഇല്ല, പറ്റത്തില്ല. എത്രയോ ദൈവദാസന്മാര് നിങ്ങളുടെ നാട്ടിലുണ്ട്. വൈറ്റ് ഹൗസിൽ പോയി പ്രസംഗിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ UN പോയി പ്രസംഗിക്കാൻ പറ്റൂ? ഇല്ല. പാവപ്പെട്ടത് നമ്മുടെ മിനിസ്ട്രിയായിട്ട് ചെയ്ത് നമ്മളിവിടെ നിൽക്കുക. ഇന്ത്യൻ പാർലമെന്റിൽ പോയി എനിക്ക് പ്രസംഗിക്കാൻ പറ്റും? ഇല്ല. പക്ഷെ അതിനുള്ള ആളുകളെ ദൈവം പറഞ്ഞു വിടുന്നുണ്ട്. രാജാക്കന്മാർ, വിദ്വാൻമാർ കൊട്ടാരത്തിൽ ചെന്നു അവരറിഞ്ഞത് പങ്കുവെക്കുന്ന കണ്ടു.
യഹൂദന്മാർക്ക് രാജാവായി പിറന്നവൻ എവിടെ ചോദിച്ചു. അവിടെ നടന്നു കേൾക്കണോ? ഹെരോദാവ് മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും മൂപ്പന്മാരെയും വിളിച്ചു കൂട്ടി. ശ്രദ്ധിച്ചു കേട്ടോ. അവരോട് ചോദിച്ചു, മശീഹ പിറന്നു സ്ഥലം കണ്ടുപിടിക്കാൻ പറഞ്ഞു. അവര് റഫറൻസ് ഒക്കെ കൊണ്ടുവന്നു, കോട്ടി തിരുവചനം മുഴുവൻ പരിശോധിച്ചു, എല്ലാം കണ്ടുപിടിച്ചു. ശ്രദ്ധിച്ചു കേട്ടോ. പക്ഷെ അവർ കർത്താവിനെ കാണാൻ പോയില്ല. കാര്യമില്ല, വെളിപ്പാട് ലഭിച്ചവനെ അത് അന്വേഷിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഭാഗ്യവാന്മാരാണ്. ജഡരക്തങ്ങളല്ല. ജഡരക്തങ്ങളെല്ലാം കൂടെ കൂടിയിരുന്ന് ചെയ്ത് കണ്ടു. അവര് പറഞ്ഞു മീഖ 5:2 ഉണ്ടെന്ന്. അവിടെ കൊണ്ട് തീർന്നു. റഫറൻസിൽ കുരുങ്ങി. ചില പുസ്തകങ്ങളിനകത്ത് അവരുടെ അറിവ് കുരുങ്ങി. വെളിപ്പാട് ലഭിച്ചവൻ പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. യേശുവിനെ കണ്ടു, നമസ്കരിച്ചു. വിദ്വാൻമാർക്ക് വെളിപ്പാട് ലഭിച്ചോ എന്നൊക്കെയാ ചിലർ ചോദിക്കുന്നത്. അടുത്ത വാക്യം കേട്ടോ. അന്ന് രാത്രി സ്വർഗത്തിൽ നിന്ന് അവർക്ക് പിന്നെ ഒരു അരുളപ്പാടുണ്ടായി. സ്വർഗം അവരോട് പറഞ്ഞു, വന്ന വഴിക്ക് പോണ്ട, വേറൊരു വഴിക്ക് പോയാൽ മതി എന്നുള്ളത്. അപ്പൊ ഇവർക്ക് അരുളപ്പാട് ലഭിക്കുന്നുണ്ട്, ഇവർക്ക് വെളിപ്പാട് ലഭിക്കുന്നുണ്ട്. സ്വർഗം അവരെ ഗൈഡ് ചെയ്യുന്നുണ്ട്, അവരെ നടത്തുന്നുണ്ട്. എത്ര ശ്രേഷ്ഠം, എത്ര ശ്രേഷ്ഠം. അല്ലെങ്കിലും യേശുവിനെ കണ്ടവൻ വന്ന വഴിക്ക് മടങ്ങി പോകാൻ പാടില്ലല്ലോ, അവൻ വേറെ വഴിക്ക് പോകണമല്ലോ. അന്നും ഇന്നും അത് നിർബന്ധമാണ്. CT സ്റ്റഡിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. ഇംഗ്ലണ്ടിലെ ഒരു പ്രഭു കുടുംബത്തിൽ പിറന്ന് കൊട്ടാര സദൃശമായ തന്റെ വീട്ടിൽ എന്തെല്ലാം സൗകര്യങ്ങൾ അവിടെ ഉള്ളത്. ഉന്നത നിലവാരത്തിൽ ജീവിച്ച് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് മിടുക്കനായ ഒരു ചെറുപ്പക്കാരനായിട്ട് വളർന്നു വരവിനെ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, തൻ്റെ സ്വന്തം സഹോദരൻ, മൂത്ത സഹോദരൻ, ഒരു വലിയ പ്രായവ്യത്യാസമില്ല, പെട്ടെന്ന് മരണകരമായ ഒരവസ്ഥയിൽ കിടപ്പായപ്പോൾ, എല്ലാവരും കൈവിട്ടപ്പോൾ, CT സ്റ്റഡ് തൻ്റെ സഹോദരന്റെ മരണക്കിടക്കയിൽ വന്നു നിന്ന് കണ്ണുനീരോടെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി. ഇത്രയുള്ളൂ ജീവിതം. ഈ പ്രായത്തിൽ ഇങ്ങനെ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടാൽ ഈ കാണുന്നതിലൊക്കെ എന്താ കാര്യം ഇരിക്കുന്നത്? ആ കൊട്ടാരത്തിൽ 100 മുറിയുണ്ട് ആ വീട്ടിൽ. സാധാരണക്കാരെ നമുക്കതൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. സ്വന്തം വീട്ടുമുറ്റത്ത് ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ട്. ക്രിക്കറ്റ് ഗ്രൗണ്ട്, ഷട്ടിൽ കോട്ടല്ല, കുതിരകളുടെ വലിയ റേസ് കോഴ്സസ് ഉണ്ട്. CT സ്റ്റഡ് സഹോദരന്റെ മരണക്കിടക്കയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ആരോടൊന്നില്ലാതെ ചോദിച്ചു, ഇത്രയുള്ളൂ ജീവിതം? ഇവിടം കൊണ്ട് തീർന്നാൽ പിന്നെ ഈ കാണുന്നതിലൊക്കെ എന്താ കാര്യം? ഞാൻ ഓക്സ്ഫോർഡിൽ പഠിച്ചു, ഞാൻ ഇതാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അന്ന് രാത്രി ആ മനുഷ്യനൊരു വെളിപ്പാടുണ്ടായി യേശുക്രിസ്തുവിനെ കുറിച്ച്. അത് ജഡരക്തങ്ങളല്ല, ദൈവം കൊടുക്കുന്നതാ. ആ വെളിപ്പാട് കിട്ടിയവർ എന്ത് ചെയ്യുന്നറിയാമോ? ആ വീട് വിട്ടിറങ്ങി ചൈനയിൽ പോയി, ഇന്ത്യയിൽ വന്നു, ഊട്ടിയിൽ കുറെ നാൾ ശുശ്രൂഷിച്ചു, ആഫ്രിക്കയിൽ പോയി. തന്റെ ജീവിതകാലം തീരാറായപ്പോൾ ആഫ്രിക്കയിൽ ഒരു മൺകുടിലിൽ, ഞാൻ എൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട്, ഒരു കൊച്ചു കുടിലിൽ, മണ്ണുകൊണ്ടുണ്ടാക്കിയൊരു കുടില്, ഓലമേഞ്ഞ്, അതിൽ ഒരു ബൈബിളും തുറന്ന് രാത്രി ഇരുന്നു. തൻ്റെ കൂടെയുള്ളവർ ഒന്ന് ചോദിച്ചു, ബൈബിളിൽ ഇങ്ങനെ എന്തോ താളുകൾ മറിച്ച് അന്വേഷിക്കുക. അപ്പൊ തൻ്റെ കൂട്ടു ശുശ്രൂഷകർ ഒന്ന് ചോദിച്ചു, എന്താ നോക്കുന്നത്, എന്താ അന്വേഷിക്കുന്നത്, ഏതെങ്കിലും വാക്യമാണോ, എന്തെങ്കിലും മറന്നു പോയിട്ടുള്ളതാണോ? വളരെ ക്ഷീണിതനാ, രോഗിയാ, മരിക്കാറ്. CT സ്റ്റഡ് പറഞ്ഞു, ഇല്ല, ഞാൻ വേറെ ഒന്നും മറന്നുപോയിട്ടല്ല, എന്തെങ്കിലും കാര്യങ്ങൾ ഇനി എൻ്റെ ജീവിതത്തിൽ ചെയ്തു തീർക്കാനുണ്ടോ, കർത്താവിന്റെ വചനത്തിൽ എന്തെങ്കിലും ഞാൻ ചെയ്തു തീർക്കാനുണ്ടോ എന്ന് ഞാൻ ഒന്നോടൊന്ന് അന്വേഷിച്ച് നോക്കിയതാണ്. ആ ഭക്തൻ ആഫ്രിക്കൻ മണ്ണിൽ മരിച്ചു. ഇങ്ങനെ എത്രയോ ആളുകൾ ഈ വെളിപ്പാട് ലഭിച്ചിട്ട് ഈ ദൗത്യത്തിന്റെ ഭാഗമായി. എൻ്റെ പ്രിയരെ, നമ്മൾ ഈ വെളിപ്പാടൊക്കെ ലഭിച്ചിട്ട് വീട്ടിൽ ഒതുങ്ങുവാണോ? മനുഷ്യരുടെ കാര്യങ്ങൾക്കാണോ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്? അതിലാണോ ശ്രദ്ധ പതിപ്പിക്കുന്നത്?
ഇത്ര വലിയ വെളിപ്പാട് ലഭിച്ചത് ഈ ലോകത്തിൽ സുഖമായി ജീവിക്കാൻ വേണ്ടി മാത്രമാണ്? അല്ല, ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. കർത്താവിന്റെ സാക്ഷിയായിട്ട് ജീവിതയാത്രയിൽ മുന്നോട്ട് പോകണം.